ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. ഹൃദയാഘാതം മൂലം മലപ്പുറം സ്വദേശി ഷാർജയിൽ മരിച്ചു. തിരൂർ ചമ്രവട്ടം സ്വദേശി കുളങ്ങര വീട്ടിൽ മുഹമ്മദ് അസ്ലമാണ് മരിച്ചത്. കഴിഞ്ഞ 1.5 വർഷമായി ഷാർജയിൽ മൊബൈൽ ഫോൺ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇടിമിന്നലിൽ വീട് തകർന്നു. മലപ്പുറം വാഴയൂർ ഗ്രാമപഞ്ചായത്തിലെ ഗിരിജയുടെ വീടാണ് തകർന്നത്. വീടിന് സമീപമുള്ള വലിയ മരത്തിന്റെ വേരുകൾ ഇടിമിന്നലിൽ പൊട്ടി. വീടിന്റെ ഓഫീസ് മുറിയുടെ ജനൽ, വാതിൽ എന്നിവ ശക്തമായ ഇടിയിൽ തകർന്നു. താമസരേഖയായ ഇക്കാമ പുതുക്കാൻ വൈകിയ മലയാളിയെ പോലീസ് പിടികൂടി നാടുകടത്തി. സൗദിയിൽ അടുത്ത കാലത്ത് നിലവിൽ വന്നതാണ് ഇക്കാമ പുതുക്കുന്നതിൽ 3 തവണ വൈകിയാൽ നാടുകടത്തുമെന്ന നിയമം. ഇതുപ്രകാരമാണ് മലപ്പുറം എടക്കര സ്വദേശിയെ നാടുകടത്തിയത്. KSEB റോഡിലെടുത്ത കുഴിയിൽ ഇരുചക്രവാഹനങ്ങൾ വീണ് അപകടം പതിവായതോടെ മണ്ണെത്തിച്ച് കുഴിയടച്ച് പോലീസ്. തിരൂർ പൂങ്ങോട്ടുകുളം ജംഗ്ഷനിലെ കുഴിയാണ് പോലീസ് അടച്ചത്. നഗരസഭയിൽ നിന്ന് അനുമതി വാങ്ങാതെ കെട്ടിട നിർമ്മാണം നടത്തുന്നത് തടഞ്ഞ് നഗരസഭാ സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഉത്തരവ് പാലിക്കാതെ നിർമ്മാണം തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ്. പൊന്നാനി ഈശ്വരമംഗലം ന്യൂ UP സ്കൂളിന്റെ പുതിയ കെട്ടിടമാണ് നിയമം ലംഘിച്ച് നിർമ്മാണം തുടരുന്നത്. ശോചനീയാവസ്ഥയിലായ കോട്ടപ്പടി താലൂക്ക് ആശുപത്രി കെട്ടിടം 3 ഇടങ്ങളിലേക്കായി മാറ്റുന്ന കാര്യത്തിൽ കൗൺസിൽ യോഗത്തിൽ ഏകദേശ ധാരണയായി. കോട്ടപ്പടി അബ്ദുറഹ്മാൻ സ്മാരകം, വലിയങ്ങാടി കിളിയാമണ്ണിൽ ഓഡിറ്റോറിയം, മലപ്പുറം ടൗൺ ഹാളിന്റെ ഭക്ഷണ ഹാൾ എന്നിവിടങ്ങളിലേക്കാണ് മാറ്റുക. അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ഉറപ്പുവരുത്താൻ യോഗത്തിൽ തീരുമാനമായി. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളുടെ യാത്രാ ഇളവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഗാർഹിക കണക്ഷൻ നൽകുന്ന പ്രവൃത്തി തുടങ്ങി. നിലവിൽ റോഡ് കീറിയ ഭാഗങ്ങളിലാണ് ഗാർഹിക കണക്ഷൻ നൽകുന്നത്. ഗാർഹിക കണക്ഷൻ കൂടി നൽകിയ ശേഷം റോഡ് നന്നാക്കാനാണ് തീരുമാനം. വള്ളിക്കുന്നിലും പരിസരങ്ങളിലും മഞ്ഞപ്പിത്തവും മറ്റു പകർച്ചവ്യാധി രോഗങ്ങളും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലും റോഡരികിലെ ഓവുചാലിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു. ആനങ്ങാടി ആനപ്പടിയിലാണ് ഒഴുകിപ്പോകാനിടമില്ലാതെ ഓവുചാലിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത്. മലപ്പുറത്ത് +1 അധിക ബാച്ചുകൾ അനുവദിച്ചതിൽ സയൻസ് ബാച്ച് നൽകേണ്ടതില്ലെന്ന് നേരത്തെ തീരുമാനിച്ചു. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ബാച്ചുകൾ എത്രയെണ്ണം നൽകണമെന്ന് റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ നിർദ്ദേശിച്ചതെന്ന് മലപ്പുറം RDD ഡോക്ടർ PM അനിൽ പറഞ്ഞു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.